പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു കാര്യം, നിലവിൽ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സ് ആരൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഒന്നാം സ്ഥാനത്തുള്ളത് കൊണ്ണൂർ സ്റ്റീൽസ് ആണ്. 34 ചാൻസുകളോളം താരം ഇതിനോടകം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ളത് ഗ്രെഗ് സ്റ്റുവർട്ട്. താരം ഇതിനോടകം തന്നെ 19 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരമായിട്ടുള്ള ഡിമിട്രി പെട്രാറ്റോസ് ആണ്. ഈ ഒരു സീസണിൽ 17 ചാൻസുകളോളം താരം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നാലാം സ്ഥാനത്തുള്ളത് നോർത്ത് ഈസ്റ്റിന്റെ മലയാളി താരമായിട്ടുള്ള ജിതിൻ എം എസ് ആണ്. 17 അവസരങ്ങളാണ് ജിതിൻ എം എസും ഉണ്ടാക്കിയിട്ടുള്ളത്. അഞ്ചാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നോവ സദോവിയാണ്. 16 ചാൻസുകൾ നോവ സദോവി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ഒഡീഷ എഫ്സിയുടെ താരമായിട്ടുള്ള റോയ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിൽ ഈ ഒരു സീസണിൽ ഒഡീഷ എഫ്സിക്ക് വേണ്ടി മികച്ച ഫോമിൽ തന്നെയാണ് റോയ് കൃഷ്ണ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 8 മത്സരങ്ങൾ കളിച്ച റോയ് കൃഷ്ണ ഈ ഒരു സീസണിൽ 3 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്റെ നാഷണൽ ടീമായിട്ടുള്ള ഫിജി വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ കളിച്ചിരുന്നു. വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഫിജിയുടെ ക്യാപ്റ്റനായിട്ടുള്ളത് റോയ് കൃഷ്ണയാണ്. ഇന്നലെ ഫിജിയുടെ മത്സരം ഉണ്ടായിരുന്ന ഒരു മത്സരം 3-3 എന്ന സ്കോറിലായിരുന്നു അവസാനിച്ചത്. മാത്രമല്ല, ഇന്നലത്തെ ഒരു വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ റോയ് കൃഷ്ണ ടീമിന് വേണ്ടി പെനാൽറ്റി ഗോളും നേടിയിരുന്നു. നിലവിൽ കളിച്ച 2 മത്സരങ്ങളിൽ 2 എണ്ണത്തിലും ഗോൾ നേടാനായിട്ട് റോയ് കൃഷ്ണയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ഇന്ത്യൻ സെന്റർ ബാക്കിന് ടീമിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് മോഹൻ ബഗാൻ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവ ഡിഫൻഡറായിട്ടുള്ള ഹൊർമി പാമിനെ പലതവണ മോഹൻ ബഗാൻ നോട്ടമിട്ടിരുന്നു. കഴിഞ്ഞ 2 ട്രാൻസ്ഫർ വിൻഡോയിലും ഹൊർമിക്ക് വേണ്ടി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ശ്രമം നടത്തിയിരുന്നു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. വരുന്ന വാർത്തകൾ അനുസരിച്ച് മോഹൻ ബഗാന് ഒരു ഇന്ത്യൻ സെന്റർ ബാക്കിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഹൊർമിയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് മോഹൻ ബഗാൻ വീണ്ടും ശ്രമം നടത്തുമെന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിസിഷൻ എന്താകുമെന്ന് കണ്ടറിയേണ്ടതും. കഴിഞ്ഞ ദിവസം ഖേൽനോന്റെ റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നെഗിയും വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മോഹൻ ബഗാൻ ഒരു ഇന്ത്യൻ സെന്റർ ബാക്കിന് ടീമിലേക്ക് എത്തിച്ചേക്കുമെന്നുള്ളത്. നിലവിൽ ഇപ്പോൾ ഒരുപാട് റൂമറുകളും പുറത്തു വരുന്നുണ്ട്. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.